ഹലോ ഫ്രണ്ട്സ്, 8ാം ക്ലാസ് തുടങ്ങി സ്കൂളിലൊക്കെ പോയി തുടങ്ങിയില്ലേ? പല ആൾക്കാർക്കും ചിലപ്പോൾ പുതിയ സ്കൂളാവാം, അല്ലെങ്കിൽ പഠിച്ച സ്കൂളിൽ തന്നെ ഹൈസ്കൂൾ സെഷനിലേക്ക് മാറിയ ആവേശമാവാം. ചുറ്റുപാടൊന്നും നിങ്ങളുടെ പാരൻസും അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ എന്ത് പറയുന്നു? എല്ലാവരും പറയുന്നു, നീ ചെറിയ കുട്ടിയല്ല, വലിയ കുട്ടിയായി, 8ാം ക്ലാസ്സിലെത്തി. ഇങ്ങനെ പല ഡയലോഗുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവാം. ഓക്കെ, ഇതൊക്കെ ഒരു വശമാണ്. നമുക്ക് വേറൊരു കാര്യം നോക്കിയാലോ? 8ാം ക്ലാസ്സിലെത്തി കഴിയുമ്പോൾ നിങ്ങൾ അറിയാതെ മാറിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്താണ്? നിങ്ങളുടെ സിലബസ് തന്നെയാണത്. മക്കൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളിൽ പല മാറ്റങ്ങളുണ്ട്. എസ്പെഷ്യലി നമ്മുടെ സയൻസിലാണ്. സയൻസ് ഇതുവരെ പഠിച്ചത് ബേസിക് സയൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റൊന്ന് പഠിക്കുമ്പോൾ ഇവിടെയും ബേസിക് സയൻസ് എന്നാണ് പേര്. പക്ഷേ പഠിപ്പിക്കാൻ വരുന്നവർ 3 ആയിട്ടാണ് വരിക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇങ്ങനെ 3 ടീച്ചേഴ്സായിട്ടായിരിക്കും പഠിപ്പിക്കുക. ഇത് മക്കൾക്കൊരു പുതിയ അനുഭവം അല്ലേ? ഓക്കെ, മാത്രമല്ല നിങ്ങൾ കൃത്യമായി ഇനി അങ്ങനെ പഠിച്ചു പോകേണ്ടത് ആവശ്യമാണ്. കാരണം 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും +1ലും +2ലൊക്കെ ഉഷാറായി മുന്നോട്ട് പോകേണ്ട ആൾക്കാരല്ലേ നിങ്ങൾ? അപ്പോൾ തീർച്ചയായിട്ടും ഈ രൂപത്തിൽ പഠിച്ചാൽ മാത്രമേ അവിടെയൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ കെമിസ്ട്രിയുടെ കാര്യം നിങ്ങളോട് പറയാം. 7 ചാപ്റ്റർ ഉണ്ട് നമുക്ക്. 3 പാർട്ട് ബുക്കുണ്ട്. അത് മൊത്തം 7 ചാപ്റ്റേഴ്സ് നമുക്ക് കെമിസ്ട്രിയിൽ മാത്രം പഠിക്കാനുണ്ട്. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് രസതന്ത്രം എന്ന് മലയാളത്തിൽ പറയും അല്ലേ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമൊക്കെയാണ് നമ്മൾ കൂടുതൽ ഫിസിക്സിലും ബയോളജിയിലൊക്കെ കൂടുതൽ പഠിക്കുക. അത് മോശമൊന്നുമല്ല. പക്ഷേ കെമിസ്ട്രി നമ്മൾ കാണാത്ത എന്നാലുള്ള സംഗതികളെക്കുറിച്ചാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം സാറ്. ആറ്റം മക്കൾ കണ്ടിട്ടുണ്ടോ? ആറ്റത്തെ ഇല്ല. ഇലക്ട്രോണെ കണ്ടിട്ടുണ്ടോ? പ്രോട്ടോണെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ എന്നാലും അതിവിടെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഇമാജിനറി ആയിട്ടുള്ള ഒരു മായാലോകത്തേക്കാണ് ഇനി മക്കൾ കെമിസ്ട്രിയിലൂടെ പോകാൻ പോകുന്നത്. പക്ഷേ 8ാം ക്ലാസ് അല്ലേ, 9ഉം 10ഉം അല്ലെങ്കിൽ 10ാം ക്ലാസ്സൊക്കെ എത്തിയിട്ട് ഞാൻ പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് 8ാം ക്ലാസ്സിൻ്റെ ലാഘവമില്ലാതെ കണ്ടു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ട് നിങ്ങൾ. ഈ ക്ലാസ്സിലാണ് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ, ബേസ് അറിഞ്ഞുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ വരും ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും. കാരണം എന്താ? ഒരു വീടിനൊരു അടിത്തറ ഉണ്ടെങ്കിൽ ആ അടിത്തറ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലല്ലേ എത്ര വലിയ കൊട്ടാരം ഉണ്ടാക്കിയാലും അത് ഒരുപാട് കാലം നിലനിൽക്കുകയുള്ളൂ. ബേസ്മെൻ്റ് അല്ലേ, അടിത്തറയല്ലേ, മോശം കല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയാൽ മതി. കാരണം ആരും കാണുമൊന്നുമില്ലല്ലോ. ഓക്കെ, അങ്ങനെ വെച്ചിട്ട് താഴ്ഭാഗങ്ങൾ മോശം കല്ലുകൊണ്ട് പണിതു, അതിൻ്റെ മുകളിലായിട്ട് ഒരുപാട് വലിയ കൊട്ടാരം പണിതു. ഒരു കാറ്റോ മഴയോ വന്നാൽ അതൊന്നായിട്ട് പൊളിഞ്ഞു പോകില്ലേ? ഇല്ലേ? ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ അടിത്തറയാണ് ഇനി വരും കാലങ്ങളിൽ നിങ്ങൾ ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം, സയൻറ്റിസ്റ്റ് ആവാം, ഇങ്ങനെ പലതും ആവാം. എന്നാൽ അതിൻ്റെ ഒക്കെ ബേസ്മെൻറ്റ് ആണ് 8ാം ക്ലാസ് എന്ന് പറയുന്നത്. ഈ ക്ലാസ് നിങ്ങൾ എത്രത്തോളം ഉഷാറായി അടിച്ചു പൊളിച്ച് പഠിക്കുന്നോ അതായിരിക്കും നിങ്ങളുടെ ഭാവി. ഓക്കെ, ഇതുവരെ മക്കൾ ആരും പഠിപ്പിച്ചിട്ടാണെന്നോ അല്ലെങ്കിൽ നിങ്ങളെ മാർക്ക് നോക്കാനോ ഒന്നും ആരും വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഇനി അങ്ങനെയല്ല, എല്ലാവരും നിങ്ങളിങ്ങനെ ഉറ്റു നോക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അടിച്ചു പൊളിച്ച് നല്ല രീതിയിൽ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ലൊരു ഗൈഡൻസ് വേണം, നല്ല ടീച്ചിങ് വേണം. നമ്മുടെ സൈലത്തിൽ അത് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് മക്കൾ 7ാം ക്ലാസ്സിൽ അനുഭവിച്ച കാര്യമാണ്. 8ാം ക്ലാസ്സിൽ ഞങ്ങൾ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം, നമ്മുടെ യൂട്യൂബ് ലൈവിന് പുറമെ നിങ്ങൾ ഞങ്ങളുടെ ആപ്പിൽ കൂടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ, അഥവാ നമ്മുടെ യോദ്ധ ബാച്ച്, ഞങ്ങളെ യോദ്ധാക്കളാണ്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ക്ലാസ്സിൽ മറ്റുള്ളവർ പെർഫോം ചെയ്യുന്നതിനേക്കാൾ ഒരു പടി മുന്നിൽ പെർഫോം ചെയ്യാനുള്ള രൂപത്തിലായിരിക്കും നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. സോ യോദ്ധ ബാച്ചിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക? ഒന്നുമില്ലടാ, വളരെ സിമ്പിളാണ്. ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക, ജോയിൻ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് വളരെ കാര്യങ്ങളൊക്കെ ഗൗരവത്തോട് കൂടിയിട്ട് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പഠിച്ച് മുന്നേറാം. ഓക്കെ, അപ്പോൾ എല്ലാ വിഷയങ്ങളിലും നല്ല മാർക്ക് നേടി നല്ല ഉഷാറായിട്ടുള്ള മക്കളായി മാറണം. ഓക്കെ, അപ്പോൾ യോദ്ധ ബാച്ച് കാണാം.